ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും ദാരിദ്ര്യം കൊണ്ടുവരുന്ന ശീലങ്ങളാണ് ഇവയെല്ലാം. ഹായ് ഹലോ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. കുറച്ച് ശീലങ്ങൾ നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ ദാരിദ്ര്യം പമ്പ കിടക്കും. അതിനകത്ത് കുറച്ച് ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത്, നമ്മൾ 10 മണിക്കൂറിൽ കൂടുതൽ കിടന്നുറങ്ങുക. മാക്സിമം 6-7 മണിക്കൂറൊക്കെയാണ് മാക്സിമം നമ്മൾ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നത് അല്ലേ. കാരണം 10 മണിക്കൂറൊക്കെ കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അത് തന്നെയുമല്ല, നമ്മൾ മടിയന്മാരും മടിച്ചുകളായി പോകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അല്ലേ. അപ്പം മാക്സിമം 10 മണിക്കൂറൊന്നും കിടന്നുറങ്ങാതിരിക്കാൻ മാക്സിമം നോക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ EMI. ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം EMI എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശില്ല ഈ EMI അടയ്ക്കാനേ നമുക്ക് പോവുകയുള്ളൂ അല്ലേ. നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് പൈസ ഒന്നും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുക്കാനോ ഒന്നും നമുക്ക് കാണൂല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വരവറിയാതെ നമ്മൾ ചിലവാക്കുന്നതും അല്ലേ. നമ്മുടെ വരവിനനുസരിച്ച് മാത്രമേ നമ്മൾ ചിലവാക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാലറി ചിലപ്പോൾ ഒരു 20,000 25,000 30,000 ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ഒരു മാസം തന്നെ ചിലവാക്കുന്നത് 10,000-40,000 രൂപ മേളിലായിരിക്കും. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ ചിലവാക്കുക. കണ്ടമാനം, അതായത് അഡീഷണലായിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്ന ഒരുപാട് ആണായാലും പെണ്ണായാലും എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം മാസം ഞാൻ നോക്കിയിട്ട് ഒന്ന് കണക്ക് കൂട്ടി എല്ലാം ഒന്ന് എഴുതി വെക്കാം. നമുക്ക് ഒരു മാസത്തിൽ എത്രയായി പിന്നെ നമുക്ക് പാഴ്ചെലവുണ്ട് എന്നൊക്കെ വെച്ചിട്ട് പിറ്റേ മാസം മുതൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ചിലവാക്കാം. അങ്ങനെ നമുക്ക് അവിടെയും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ വരവിനനുസരിച്ച് ചിലവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യം കൂടത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ മദ്യപാനവും പുകവലി പോലുള്ള അങ്ങനെ ഈ കുറേ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും ദാരിദ്ര്യം കൊണ്ടുവരുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ അവർക്ക് അതൊരു തൃപ്തിയാണ്. പക്ഷെ അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു എന്താ പറയുക അല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു നോക്കി എല്ലാം നല്ല രീതിയിൽ ചെയ്യുക. ഇതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നേരെയൊന്നും ആകത്തില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും നേരെ ആകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ഇല്ല എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ സാധനങ്ങളായാലും കാശായാലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് അയ്യോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ദാരിദ്ര്യത്തെ നമ്മൾ വിളിച്ച് വരുത്തുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ മറ്റുള്ളവർ അറിയേണ്ട കാലം അവർ കൈയിട്ട് വാരാനും വരത്തില്ല. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താലും മതി അല്ലേ. അപ്പോൾ എപ്പോഴും ഇല്ല എന്ന് പറയരുത്. എന്നാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പൊങ്ങച്ചോ അടിച്ച് നടക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിശുക്കി സാധനങ്ങൾ മേടിക്കുന്നതും അതും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പം ആവശ്യത്തിന് ഇപ്പം അമ്മമാരായിക്കോട്ടെ, ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാരൊക്കെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ അമ്മമാർക്ക് ഞങ്ങൾക്ക് ഗ്യാസ് ആയാലും വീട്ടിലെ പിന്നെ സാധനങ്ങൾ പച്ചക്കറികളായാലും പലവ്യഞ്ജനങ്ങളായാലും എല്ലാം ഞങ്ങളുടെ അമ്മക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം. നമ്മൾ ഇറുക്കി പിടിച്ച് പിശുക്കി മേടിച്ച് കഴിഞ്ഞിട്ട് അത് ഒന്നില്ലാതെ എന്തായാലും കറി വെക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും തന്നെ വേണം. എന്നാലേ അതിനൊരു രുചിയും മണമൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാതെ കൊണ്ട് നമ്മൾ അയ്യോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ ഒരു ദാരിദ്ര്യമാണ് കേട്ടോ. അപ്പോൾ ഇറുക്കി മേടിക്കാതെ മേടിക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ആ അളവിൽ തന്നെ മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ആ ഒരു മാസത്തെ കറക്റ്റ് അളവൊക്കെ. അങ്ങനെയൊക്കെ പിശുക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മേടിച്ച് കൂട്ടുമ്പോൾ അത്രയും കൂടി ചിലവ് പോത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നിച്ചെല്ലാം കൂടി എടുക്കുമ്പോൾ ആ ഓടെ അത്രേ വരത്തുള്ളൂ. ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തതേ ഉള്ളൂ. അവിടെയും ദാരിദ്ര്യം നമ്മൾ വിളിച്ച് കയറ്റുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ കൂടെ കൂട്ടരുത്. അങ്ങനെയുള്ള ആൾക്കാരെ ദൂരെ മാറ്റി നിർത്തിയേക്കണം. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ഇരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അഥവാ നമ്മളൊരു മൂഡ് ഓഫ് ആയാലും നമുക്ക് ഒരു നമ്മളിപ്പം ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ചെന്ന് നമ്മുടെ ഒരു വിഷമങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മളെ ഹാപ്പിയാക്കി നമ്മളെ തിരിച്ചു വിടും. ചില ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെ കൂടെയാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നവരുടെ ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മൾ കൂട്ടുകൂടരുത്. അവരെ ദൂരം മാറ്റി നിർത്തിയാൽ മതി. നമ്മുടെ പാതി ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയുള്ള അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.